മനുഷ്യത്വരഹിതമായി ബാലവേല ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത്. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? താങ്കൾ എന്നോട് പറയണ്ടായി സുഡാനിലൊക്കെ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു പ്രധാന ഘടകമാണ് കൊബാൾട്ട്. ഈ കൊബാൾട്ട് വരുന്നത് കോങ്കോന്നാണ്. ഈ കോങ്കോയിൽ നിന്ന് മനുഷ്യത്വരഹിതമായി ബാലവേല ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത്. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? ഈ ഒരു ചോദ്യവും കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ലെഡ് ആസിഡ് ബാറ്ററി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട്. ലിഥിയം അയൺ കെമിസ്ട്രി നല്ല കെമിസ്ട്രിയാണ്. കമ്പാരിറ്റീവ്ലി ലെഡ് ആസിഡ് ബാറ്ററിക്കാളും നല്ല കെമിസ്ട്രി. അതിൽ ചാർജ് ഡെൻസിറ്റി ആയാലും അല്ലെങ്കിൽ വാട്ട് എവർ ഡെൻസിറ്റി ആയാലും അതിൻ്റെ ചാർജ് ആക്സെപ്റ്റൻസ് ആയാലും അതിൻ്റെ മെയിൻ്റനൻസ് ഇല്ലായ്മയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയേക്കാൾ നല്ല കെമിസ്ട്രി തന്നെയാണ് ലിഥിയം അയൺ ബാറ്ററി. അത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു നല്ല കെമിസ്ട്രി ആണെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. താങ്കൾ ഉറപ്പിച്ച് പറയുന്നത് റീസൈക്കിൾ ഇന്നത്തെ പാരമ്പര്യം ഇതിനില്ല. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അതിന് ഇത്ര ഗ്യാരണ്ടി ഉണ്ടാവും, ഇത്ര ലൈഫ് സ്പാൻ ഉണ്ടാവും എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ലൈഫ് സ്പാൻ ഒന്നും പറയാൻ പറ്റില്ല. അതിനും ഇത്ര വർഷം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ലെഡ് ആസിഡ് ബാറ്ററി പ്രൂവൻ ട്രാക്കുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കെമിസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ലിഥിയം അയൺ ബാറ്ററിയെ കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലൊരു സാധനം ഞാനിപ്പോൾ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളീയ സമൂഹത്തിലേക്ക്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.